പ്രിയരെ, ഈ കഥയൊന്ന് ശ്രദ്ധിച്ചാലും കണ്ണീരിൽ കുതിർന്ന ഹജ്ജ് യാത്ര, പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വെള്ളി നക്ഷത്രം പോലെ തിളങ്ങിയ ഹസ്രത്ത് ഫളുൽ ആബിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കരളലിയിക്കുന്ന കഥനകഥ. ആ കണ്ണീരിൽ കുതിർന്ന കഥ ഇതാ ഒരൽപ്പം. മേലെ മാനം മുട്ടും മണിമാളിക പണിതൊരുക്കി ചേലിൽ നമ്മളിന്ന് സന്തോഷത്താലേ നാളെ നാളെ പോയി കിടക്കും ഖബർ ചിന്തയുദിക്കുമ്പോൾ ആകെ തളരുന്നു ജല്ല ജലാലേ. ഈ പ്രപഞ്ചം പടക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഹൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹനിധിയായ സ്വഹാബി, ആകാശഭൂമി വിധാനിച്ച് പോറ്റുന്ന ആദിപരാപരനെ, ആലിമുൽ ഗൈബായ തമ്പുരാനെ, ആദരവേറും ഫളുൽ ആബിദ് എന്നോരെ ചരിതം പറയുവാനേ, ഞങ്ങളിൽ സൗഭാഗ്യമേകിടണേ. കഥ ഇതൊന്നോർക്കുമ്പോൾ കണ്ണീര് പെയ്യുന്നു, കൽബിൽ വിഷാദ കിളികൾ കരയുന്നു. കഥ ഇതൊന്നോർക്കുമ്പോൾ കണ്ണീര് പെയ്യുന്നു, കൽബിൽ വിഷാദ കിളികൾ കരയുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഫളുൽ ആബിദീനെ ഒരു പെണ്ണ് വഞ്ചിച്ചില്ലേ, സംഭവം ആകെ വിറപ്പിച്ചില്ലേ. ഒരു സുപ്രഭാതം മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ അങ്ങോട്ട് കയറി വന്നു. ആദരപൂർവം സലാം ചൊല്ലി ആ സദസ്സിലിരുന്നു. ആരായിരുന്നു ആ വന്ന ചെറുപ്പക്കാരൻ എന്നല്ലേ? മുഖത്ത് നിലാവിന്റെ തെളിച്ചമുണ്ട്, മനസ്സം ഈമാനിന്റെ വെളിച്ചം കൊണ്ട് മൊഞ്ചും മഴകൊഴുകിടും സ്വഹാബി, മൗനത്താൽ ശ്രവിക്കുന്നു ഹദീസുൻ നബി. മൊഞ്ചും അഴകൊഴുകിടും സ്വഹാബി, മൗനത്താൽ ശ്രവിക്കുന്നു ഹദീസുൻ നബി. അതെ, അള്ളാഹുവിന്റെ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബി ഫളുൽ ആബിദ് ആയിരുന്നു ആ വന്നത്. അന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഫളുൽ ആബിദ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് വിളിച്ചു. സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് വേദനയോടെ ഒരു കാര്യം പറഞ്ഞു. ആ കറുത്തൊരു ദിനമാണ് ഉണ്ട് നിങ്ങളിൽ വരുവാന്, ആ കറുത്തൊരു ദിനമാണ് ഉണ്ട് നിങ്ങളിൽ വരുവാന്. ഒരു പെണ്ണിൻ വഞ്ചനയിൽ നിങ്ങളന്ന് കുടുങ്ങും, ഒരു കള്ളനെന്ന് ചൊല്ലും അത് കേട്ട് നടുങ്ങും. അതിൽ പിന്നെ വ്യഭിചാരക്കുറ്റം ചൊല്ലിത്തുടങ്ങും, അതിൽ പിന്നെ വ്യഭിചാരക്കുറ്റം ചൊല്ലിത്തുടങ്ങും. ഇത് കേട്ട് മഖ്ലൂക്കിൻ മനസ്സാകെ നടുങ്ങും. ആ കറുത്തൊരു ദിനമാണ് ഉണ്ട് നിങ്ങളിൽ വരുവാന്.